ഹായ്, നമസ്കാരം. നമ്മുടെ പ്രധാനമന്ത്രി പുതിയൊരു പദാവലിയുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതിനെ മുൻനിർത്തി വലിയ ചർച്ചയാണ് നടക്കുന്നത്. ദിമാഗി നക്സൽ. ദിമാഗ് ഹിന്ദി വാക്കാണ് കേട്ടോ. ദിമാഗ് എന്ന് പറഞ്ഞ ബുദ്ധി, അതായത് മസ്തിഷ്കത്തിൽ നക്സലായിട്ടുള്ള ആൾക്കാർ. പുറമേക്കൊന്നും അവരെ കണ്ടെത്തിയില്ല, കെട്ടിലും മട്ടിലും ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ തലച്ചോറിൽ ഒരു നക്സൽ ചിന്തയുണ്ട്. അങ്ങനെ ദിമാഗി നക്സലുകൾ അധികാരത്തിന്റെ ഇടനാഴികളിൽ ഇപ്പോഴും വിഹരിക്കുന്നുണ്ട്. വലിയ വലിയ പദവികൾ അവർ അലങ്കരിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ പുതിയ കണ്ടെത്തൽ. മുമ്പ് അദ്ദേഹം മറ്റൊരു നക്സൽ വിഭാഗത്തെ കണ്ടെത്തിയിരുന്നു, ഏർബൻ നക്സൽ. നമ്മുടെ കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകര്, വിദ്യാർത്ഥികൾ, ഉന്നത സ്ഥാനം വഹിക്കുന്നവര്, ഇവരെയൊക്കെ അർബൻ നക്സലേറ്റുകളായി കണ്ടിട്ട് ചിലരെയൊക്കെ പിടിച്ച് UAPA ചുമത്തി ജയിലിലും ആക്കിയിരുന്നു. ഭീമ കോറിഗോൺ കേസൊക്കെ നമുക്ക് മനസ്സിലേക്ക് വരേണ്ട കാര്യമാണ്. അങ്ങനെ അർബൻ നക്സല് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ദിമാഗി നക്സലിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പൊ പല ആൾക്കാരും എക്സിലൊക്കെ പറയുന്നുണ്ട്, എന്തായാലും ദിമാഗി സംഘി എന്ന് പറയാൻ പറ്റില്ലല്ലോ, തലച്ചോറ് അതൊരു പ്രശ്നമല്ലേ. പക്ഷെ ഞാൻ പരിശോധിച്ചപ്പോൾ സംഘ്പരിവാറിലുമുണ്ട് ഈ ദിമാഗുമായി ബന്ധപ്പെട്ട ആൾക്കാർ. ബൗദ്ധിക് ശിക്ഷക് എന്നൊരു തസ്തിക തന്നെയുണ്ട് സംഘ്പരിവാറിന്റെ ഹയറാർക്കിയിൽ. അപ്പോൾ ദിമാഗ് എന്നുള്ള സംഭവം ഒരു വിഭാഗത്തിന് ഇല്ല എന്നൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. ഉള്ളതുകൊണ്ടാണല്ലോ ബൗദ്ധിക് ശിക്ഷക് എന്നൊക്കെയുള്ള പേര് വരുന്നത്. ഇനി ഏർബൻ നക്സൽ എന്നുള്ള പദാവലിയെ കുറിച്ച് ഞങ്ങൾ ഒരുപാട് ആൾക്കാർ പാർലമെന്റിലൊക്കെ ചോദിച്ചിരുന്നു. ചില രേഖാമൂലമുള്ള ചോദ്യത്തിന് മറുപടിയില്ല, അതിനൊന്നും നിർവചനമില്ല എന്നാണ്. സ്വന്തം സർക്കാരിന് നിർവചിക്കാൻ കഴിയാത്ത പദാവലികൾ എങ്ങനെയാണ് പ്രധാനമന്ത്രി മുമ്പോട്ട് വെക്കുന്നത്? ഏർബൻ നക്സലേറ്റിനെ ഇതുവരെ അദ്ദേഹത്തിന് നിർവചിക്കാൻ പറ്റിയിട്ടില്ല, അദ്ദേഹത്തിന്റെ സർക്കാരിനെ നിർവചിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോഴാണ് ദിമാഗി നക്സൽ എന്നുള്ള വിഭാഗത്തെ കണ്ടെത്തിയിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഈ ജന്തർ മന്ദിറിലെ സമരം, ഇടത്തരക്കാര്, കോളേജുകളിൽ പഠിക്കുന്നവര്, പഠിപ്പിക്കുന്നവര്, അഭ്യസ്തവിദ്യരായ ആൾക്കാര്, ഇവരൊക്കെ തങ്ങൾക്കെതിരെ രംഗത്ത് വന്നു എന്ന് കണ്ടപ്പോൾ ഒരു പുതിയ പദാവലിയുമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നതിന്റെ പൊരുൾ ഇത്രയേ ഉള്ളൂ: നിങ്ങൾ ചിന്തിക്കരുത്, പ്രതികരിക്കരുത്, പ്രതിഷേധിക്കരുത്. ചിന്തിക്കുകയും പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്താൽ നിങ്ങൾ ദിമാഗി നക്സലാണ്. പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ അനുചരന്മാരും എന്തു പറഞ്ഞാലും, അത് ഗോമൂത്രത്തെക്കുറിച്ചോ ചാണകത്തെക്കുറിച്ചോ ആധികാരികമായിട്ട് എന്ത് പറഞ്ഞാലും അത് അംഗീകരിക്കണം. അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചാൽ നിങ്ങൾ ഈ മസ്തിഷ്കം ഉപയോഗിച്ചു തുടങ്ങും. അതാണ് അദ്ദേഹം കണ്ടെത്തുന്നത്. പി ചിദംബരം എക്സിൽ കുറിച്ചിട്ടുണ്ട്, ഐ ആം എ ദിമാഗി നക്സൽ. അദ്ദേഹം സ്വന്തം പറഞ്ഞിരിക്കുകയാണ് താൻ ദിമാഗി നക്സലാണെന്നുള്ളത്. യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യം സാർത്ഥകമാകണമെങ്കിൽ പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്, ഡിസന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ റൈറ്റാണ്. ഇത് രണ്ടും കൂടി അംഗീകരിക്കപ്പെടുമ്പോൾ മാത്രമേ ഒരു ജനാധിപത്യ സമൂഹം രൂപപ്പെടുകയുള്ളൂ. അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉരുത്തിരിയുന്നതിലുള്ള ഭയവിഹ്വലതയാണ് പാർലമെന്റിൽ നിന്ന് ഒളിച്ചോടിയ ആൾക്കാരാണല്ലോ നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ സെക്കൻഡ് ഇൻ കമാൻഡർ അമിത്ഷായും. അപ്പോൾ ഈ രണ്ടുപേര് ഇപ്പോൾ ദിമാഗി നക്സലുകളുടെ പുറകെയാണ്. നോക്കിക്കോളൂ, കുറെ ആൾക്കാരെ ചിന്തിക്കുന്നതിനും പ്രതികരിക്കുന്നതിനും പ്രതിഷേധിക്കുന്നതിനും പിടിച്ച് അകത്താക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ചെങ്കോട്ടയിൽ നിന്നൊക്കെ മുൻ പ്രധാനമന്ത്രിമാരൊക്കെ സംസാരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥവ്യാപ്തി വലുതായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മുടെ ചെങ്കോട്ടയിലെ പ്രസംഗങ്ങളുടെ നിലവാരം ഈ രൂപത്തിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ കാര്യം.